അപ്പോൾ ഇന്ന് RS-ന്റെ അത് നമ്മൾ ഹസാർഡ് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് RS-ന്റെ മോക്സി റിലേ എന്നാണ് പറയുന്നത് ഇതിനെ. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സിൽ കൊടുക്കാനുള്ള 2 യെല്ലോ വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആണ് ഇപ്പോൾ ഈ മോക്സി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് ഊരിയിട്ട് കഴിഞ്ഞാൽ സീറ്റ് ഊരി കഴിഞ്ഞാൽ ഇടയിൽ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ വയറിംഗ് കിറ്റിൻ്റെ ജംഗ്ഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിന് ടൈ ഊരി മാറ്റാം. പിന്നുണ്ടോ ഇവിടെ വയറിംഗ് സെറ്റ് ഇവിടെ ഒരു സിപ്റ്റൈ ഇട്ടാണ് ടൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സിപ്റ്റൈ എന്തായാലും അറുത്ത് കളയുന്നില്ല. എച്ചിത്തരമാണെന്ന് പലരും പറയും, പക്ഷേ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് 4 വയേഴ്സ് ഉണ്ട്. ഒന്ന് ടെയിൽ ലാമ്പിൻ്റെ, ഒന്ന് ബ്രേക്ക് ലൈറ്റിൻ്റെ, 2 ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കി തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഏതൊക്കെ ലൈനാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇൻഡിക്കേറ്റർ ഒന്ന് കാണിച്ചു. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. നമുക്കപ്പോൾ ഓരോ ലൈനായിട്ട് നമുക്ക് ഊരി നോക്കാം ഏത് ലൈനാണെന്നുള്ളത്. ഇത് ബ്രേക്ക് ലൈറ്റ് ആണ്. അപ്പോൾ ആഷ് കളറാണ് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ ലൈന്. അപ്പോൾ ഇൻഡിക്കേറ്റർ ലൈനിലോട്ട് നമ്മൾ ഒരു യെല്ലോ ലൈൻ നമ്മൾ കൊടുക്കുവാണ്. എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലാക്ക് ലൈൻ നെഗറ്റീവും ഈ ആഷ് കളറ് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവിലോട്ട് വേണം ഈ ലൈൻ കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഒരു സൈഡ് ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അടുത്ത ഇൻഡിക്കേറ്റർ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വീണ്ടും സെയിം പ്രോസസ്സ്. ഏത് ലൈനാണ് നമുക്കിപ്പോൾ വീണ്ടും ഇതാണ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഈ ഗ്രീൻ വയർ പോസിറ്റീവ് ലൈൻ, സിംഗിൾ വീഡിയോ ആണോ? അപ്പോൾ നമ്മൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ 2 ലൈനും കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡ് ലൈനിന് സാധാരണ എവിടെന്നെങ്കിലും ഒരു 12 വോൾട്ട് പോസിറ്റീവ് ലൈനിൽ നിന്ന് ഒരു സ്വിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ സ്വിച്ച് കൊടുക്കാതെ ഇതിൻ്റെ വർക്കിംഗ് മാത്രം നമ്മൾ നോക്കുക. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ലൈറ്റ് നമുക്ക് ഫുൾ ടൈം ഓണായി കിടക്കുകയാണ് ഇവിടെ ഈ ഒരു ലൈൻ. അപ്പോഴത്തേക്ക് അത് 12 വോൾട്ട് DC ലൈനാണ്. അപ്പോൾ ആ റെഡ് ലൈനിലോട്ട് നമ്മളിതിനെ പോസിറ്റീവിനെ കൊടുക്കുന്നു. പോസിറ്റീവ് ലൈൻ 2 ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നെഗറ്റീവ് ലൈൻ നമുക്ക് ആക്ച്വലി ഏതെങ്കിലും ഒരു ഇതിൻ്റെ നെഗറ്റീവ് കൊടുക്കണമെന്ന് തന്നെ ഇല്ല. നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രൂവിലോട്ട് അറ്റാച്ച് ചെയ്താൽ മതി. ഇതെല്ലാം ഗ്രൗണ്ട് ലൈൻ കണക്റ്റഡ് ആണ് സ്റ്റീൽ സ്ക്രൂവിലോട്ട്. ഇത് നമുക്കിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ലൈനിലോട്ട് നമുക്ക് ഈ നെഗറ്റീവ് ലൈനിലോട്ട് നമുക്ക് ഏതെങ്കിലും സ്ക്രൂവിൽ ടച്ച് ചെയ്ത് എടുത്തിരുന്നാൽ മതി. നമുക്കിത് ആക്ടിവേറ്റ് ആവും. കാണിച്ചു. അപ്പോൾ ഈ മോക്സിയുടെ 16 പാറ്റേൺ ഉണ്ട്. അപ്പം പാറ്റേൺ മാറ്റാൻ വേണ്ടി നമ്മൾ ആ പോസിറ്റീവ് ലൈനിലെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയാൽ മതി. അടുത്ത പാറ്റേണിലോട്ട് മാറും. അപ്പോൾ നമ്മളിപ്പോൾ മോക്സി ഹസാർഡ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ഈ ഒരു ഹസാർഡിന് ഏതാണ്ട് 300 രൂപ മാത്രമേ ഇതിൻ്റെ വില വരുന്നുള്ളൂ. നമുക്ക് ഏതാണ്ട് 16 പാറ്റേൺസ് ആക്ച്വലി ഇതിനകത്ത് വരുന്നുണ്ട്.
അപ്പോൾ പാറ്റേൺസ് ഓക്കെയാണ്, ഹസാർഡ് ഓക്കെയാണ്, ഹസാർഡ് സ്റ്റേബിളായിട്ടുള്ള കുഴപ്പമില്ല. ഒരു ആവശ്യത്തിന് അസ്തറ്റിക് ലുക്സ് എല്ലാം ഈ ഒരു റിലേ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇനി കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടാണ്. ഇത് നിങ്ങൾക്ക് അക്കൗണ്ടായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം ഈ മോക്സി ഹസാർഡ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ തെറി വിളിക്കുക.